ഇന്ന് നമ്മൾക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ബാരിയുടെ സബ്ജി കണ്ടാലോ. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഡിഷാണ്. കൂടുതലും ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തു. ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ തക്കാളി, പുളിക്ക് വേണ്ട തക്കാളി എടുത്തു. പിന്നെ നമ്മൾ രണ്ടല്ലി ഉണക്കമാങ്ങ, ഇത് ഉണക്കമാങ്ങയാണ്. ഉണക്കമാങ്ങ ഒരു പുളിക്ക് വേണ്ടി എടുത്തു. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തത്. ഇതാണ് ബറി. ഇത് നമ്മുടെ കുമ്പളങ്ങ അരച്ച് അതിൽ മസാലാസൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ നോർമൽ മസാലാസ്, ഗരം മസാലാസും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആഡ് ചെയ്ത് അരച്ച് ഒരു വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ഇരിക്കുന്നതാണ്. ഇത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അത് അടുത്ത വർഷത്തേക്കിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റം ഇല്ലെങ്കിൽ, കിട്ടാനും ഇല്ലെങ്കിൽ, നിങ്ങൾ സോയാബീൻ ഇതിന് പകരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം സോയാബീൻ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, എണ്ണയിലേക്ക് നമ്മൾ ആ ഒരു ഇതിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. എല്ലാം ഡീപ്പ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഷാലോ ഫ്രൈ ആയതിനു ശേഷം ഇത് നമ്മൾ മാറ്റി വെക്കുന്നു. അതിനുശേഷം ഈ ഒരു സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതല്ല, കുക്കറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അത് കുറച്ച് വേവ് കൂടുതലാണ് അതിന്. അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ 2 വറ്റൽമുളക് വിട്ടു. അതിനുശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ബറിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഈ ഒരു കൂട്ടിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു സ്മെല്ലൊക്കെ വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിക്ക കൂടി ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിക്ക കൂടി ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മളതിന് മസാലാസ് ഇടാം. അതിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാ ഇടുന്ന എല്ലാ മസാലാസും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മസാലാസും ഇട്ടു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി ആ ഒരു മസാലാസിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി നമ്മളെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് ആ ഒരു തക്കാളിക്കൊക്കെ പകുതിയൊക്കെ ഒന്ന് ഉടഞ്ഞ് തന്നെയല്ല, നമ്മളിട്ട ആ എല്ലാ മസാലാസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇല്ല, ഇതൊക്കെ മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് വെച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇളക്കി, നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഉപ്പും കൂടി ഒന്ന് നോക്കാം. അതിനുശേഷം കുക്ക് ചെയ്ത് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, പറയില്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം സോയാബീൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.